നമ്മളിന്ന് പഠിക്കുന്നത് പുതിയ ചാപ്റ്ററാണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരമ്പര്യം എന്നുള്ളതാണ്. പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ഘടകമായി ആക്ട് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? DNA ആണ് അല്ലേ. മെജോറിറ്റി ലിവിങ് ഓർഗാനിസത്തിനകത്തും DNA ആണ്. 99% ജീവജാലങ്ങളുടെ അടിസ്ഥാന പാരമ്പര്യ ഘടകം എന്ന് പറയുന്നത് DNA ആണ്. വളരെ അപൂർവം ചില വൈറസുകളിൽ മാത്രമാണ് RNA ജനിതക വസ്തുവായിട്ട് ആക്ട് ചെയ്യുന്നത്. അത്തരം വൈറസുകളെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേര് RNA വൈറസുകൾ അഥവാ റിട്രോ വൈറസുകൾ, അതും അല്ലെങ്കിൽ റിയോ വൈറസ് എന്നുള്ളതാണ്. അങ്ങനെ RNA ജനിതക വസ്തുവായി പ്രവർത്തിക്കുന്ന ഒരു വൈറസിന് ഉദാഹരണമാണ് HIV, എയ്ഡ്സ് കോസിങ് വൈറസ്. മെജോറിറ്റിയിലും DNA തന്നെയാണ് ജനിതക വസ്തു. ഈ DNA എന്ന് പറയുന്ന ഒരു പോളിമറാണ്. പോളിമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാരാളം മോണോമേഴ്സ് ഒന്ന് ചേർന്നുണ്ടാകുന്നതാണ് പോളിമർ. ഏത് ബേസിക് യൂണിറ്റ് അഥവാ ബിൽഡിംഗ് ബ്ലോക്ക് ഒന്ന് ചേർന്നുണ്ടാകുന്ന പോളിമറാണ് DNA എന്ന് ചോദിച്ചാൽ ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആരുടെ പോളിമറാണ്? ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമറാണ്. വ്യക്തമായില്ലേ? DNA ആണെങ്കിലും RNA ആണെങ്കിലും ഏത് ബയോമോളിക്യൂളിൽ ഉൾക്കൊള്ളുന്നതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ്സിന്റെ അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡ്സ് ആണ്. RNAയിലെ ന്യൂക്ലിയോടൈഡ്സിനെ നമുക്ക് റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിക്കാം. അതുപോലെ DNAയിലെ ന്യൂക്ലിയോടൈഡിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. So DNA is composed of a large number of deoxyribonucleotides. ഇനി DNAയുടെ ലെങ്ത്, എല്ലാ ഓർഗാനിസത്തിലും കാണപ്പെടുന്ന DNAയുടെ ലെങ്ത് ഒരുപോലെ അല്ല. ആ ലെങ്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ആ DNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എത്ര ന്യൂക്ലിയോടൈഡ്സ് വെച്ചാണ്, അല്ലെങ്കിൽ എത്ര പെയർ ന്യൂക്ലിയോടൈഡ്സ് വെച്ചാണ്, അതും അല്ലെങ്കിൽ എത്ര ബേസ് പെയർസ് വെച്ചാണ് എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. നമുക്കറിയാം DNA ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ്. DNA 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയോടൈഡ്സ് എപ്പോഴും പെയർ ആയിട്ടാണ് കാണപ്പെടുക. മെജോറിറ്റിയിലും സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ജനിതക വസ്തുവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സോ നമ്പർ ഓഫ് പെയർസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സോ DNAയുടെ ലെങ്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ലാസ്റ്റ് ഇയറിലും പഠിച്ചതാണ്. അവിടെ ന്യൂക്ലിയോടൈഡിനകത്ത് ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു ബേസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൈട്രജൻ ബേസ് അല്ലേ. അഡിനിനോ ഗ്വാനിനോ സൈറ്റോസിനോ തൈമിനോ യുറാസിലോ ഒക്കെ എന്താണ് നൈട്രജൻ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു നൈട്രജൻ ബേസ് ആയതുകൊണ്ട് ന്യൂക്ലിയോടൈഡിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും ബേസിന്റെ എണ്ണം. Hence, the length of DNA can be expressed in terms of number of nucleotides or number of pairs of nucleotides or base pairs. Clear ആയല്ലോ? അതിന് ഉദാഹരണമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി 1-2 എക്സാമ്പിൾസ് ആണ്. 5174 എന്ന് പറയുന്ന ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്താണെന്നുള്ളത് നമുക്കറിയാം. വൈറസിനെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയത്തിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്താണ്? ബാക്ടീരിയത്തിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. 5174 എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയോഫേജ് ആണ്. ആ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡ്സിന്റെ എണ്ണം 5386 ആണ്. സോ ദ ലെങ്ത് ഓഫ് DNA present in 5174 bacteriophage can be expressed as 5386 nucleotides. Another example, lambda bacteriophage. Again, it's a virus that attacks bacterium. So hence it is called bacteriophage. Here the number of nucleotide is equal to, or base pair is equal to 48,502. 48,502 ആണ്. ഇനി എസ്ട്രീഷ്യ കോളി അഥവാ ഇക്കോളെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയമാണ്. ആ ബാക്ടീരിയത്തിന്റെ DNAയുടെ ബേസ് പെയർസിന്റെ എണ്ണം 4.6 × 10⁻⁶ ബേസ് പെയർസ് ആണ്. എത്രയാണ്? 4.6 × 10⁻⁶ ബേസ് പെയർസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു നൈട്രജൻ ബേസ് ആണുള്ളത്. നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് പെയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് ബേസ് പെയർ തന്നെയാണ്, എണ്ണത്തിൽ വ്യത്യാസം വരില്ല. ഇനി മനുഷ്യന്റെ സെല്ല് നമ്മൾ പരിഗണിക്കുകയാണ്. നമ്മുടെ ബോഡി സെൽസ് ഡിപ്ലോയിഡ് ആണ്, 2N ആണ്, 46 ക്രോമസോംസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഗമീസ്, സ്പേമോ, ഹെപ്ലോയിഡ് ആണ്, N ആണ്, 23 ക്രോമസോംസ് ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം.
ആ 23 ക്രോമസോംസ് ഉള്ള മനുഷ്യന്റെ DNA ആണെങ്കിൽ, 23 ക്രോമസോമൽ കണ്ടന്റ് ഉള്ള മനുഷ്യന്റെ DNA ആണെങ്കിൽ അവിടുത്തെ ബേസ് പെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 × 10⁹ ബേസ് പെയർസ് ആണ്. എത്രയാണ്? 3 × 10⁹ ബേസ് പെയർസ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എന്താണ്, ആ ലെങ്ത് ഓഫ് DNA കാണിക്കാനായിട്ട് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് പെയർ, അതും അല്ലെങ്കിൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ആണ് പരിഗണിക്കപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ. സോ DNA ഒരിക്കൽ കൂടെ പറയുന്നു, ഇറ്റ്സ് എ ന്യൂക്ലിക് ആസിഡ്. ദ എക്സ്പാൻഷൻ ഈസ് ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് ആണ്. ഇറ്റ്സ് എ ലോങ് പോളിമർ ഓഫ് ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്. That means deoxyribonucleotides are the building blocks or the monomers of DNA. The length of DNA can be expressed in terms of number of nucleotides or number of pairs of nucleotides or number of base pairs. For example, 5-174 bacteriophage has 5,386 nucleotides, while lambda bacteriophage has 48,502 base pairs, and E. coli bacterium has 4.6 × 10⁶ base pairs, while the haploid genetic content of human cells, haploid ആണ് ഓർക്കുക, n കണ്ടീഷൻ ആണ്, അവിടെയുള്ള എത്രയാണ്? 3 × 10⁹ ബേസ് പേഴ്സ് ആണ്. ഇനി DNA-യിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആണെന്നുള്ളതായിരുന്നു നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? DNA കൺസിസ്റ്റ് ഓഫ് 2 സ്പൈറലി കോയിൽഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ചുറ്റുഗോവണിയുടെ മാതൃകയാണ് DNA-ക്ക് ഉള്ളതെന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ, 2 നൂലുകൾ, അവർ പരസ്പരം ചുറ്റിപ്പിണഞ്ഞാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അഥവാ സ്പൈറൽ ലാഡർ ഷേപ്പ് ഫോം ചെയ്യുന്ന കാര്യം നമുക്കറിയാം. എന്താ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ? പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു DNA അല്ലെങ്കിൽ RNA-യുടെ അടിസ്ഥാന ഘടകം, ന്യൂക്ലിക് ആസിഡിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ന്യൂക്ലിയോടൈഡ്. പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പൊ ന്യൂക്ലിയോടൈഡിനെ നമ്മൾ മുത്തുകളായി പരിഗണിച്ചാൽ ആ മുത്തുകൾ പുറത്തുണ്ടാകുന്ന മാലയാണ് പോളിന്യൂക്ലിയോടൈഡ്. Clear ആയല്ലോ. So polynucleotide chains are polymers, long chains composed of a large number of nucleotides. So polynucleotide അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആരാണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് ആരൊക്കെയാണുള്ളതെന്നുള്ള കാര്യം നമ്മൾ ലാസ്റ്റ് ഇയറിലും പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? ഒന്നാമതായിട്ടൊരു ഷുഗർ ഉണ്ട് അല്ലേ? DNA ആണെങ്കിലും RNA ആണെങ്കിലും ഷുഗർ ആയി കാണപ്പെടുന്ന പെൻറ്റോസ് ഷുഗർ ആണ്. എന്താണ്? പെൻറ്റോസ് ഷുഗർ. എന്താ പെൻറ്റോസ് ഷുഗർ നമ്മൾ വിളിക്കുന്നത്? 5 കാർബൺ ആറ്റം ഉള്ള ഷുഗർ ആണ്. എത്ര കാർബൺ ആറ്റമാണുള്ളത്? 5 കാർബൺ ആറ്റം. ഇതാണ് പെൻറ്റോസ് ഷുഗറിന്റെ സൈക്ലിക്കൽ ഫോം, റിംഗ് ഫോം നമ്മൾ പഠിച്ചതാണ്. അവിടെ ഓരോ കോർണറിൽ ഓരോ കാർബൺ ആറ്റത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയറിൽ കേട്ടതാണ്. സപ്പോസ് ദിസ് ഈസ് ദി ഫസ്റ്റ് കാർബൺ ആറ്റം, ഹിയർ ഇറ്റ് ഈസ് എ സെക്കൻഡ് കാർബൺ ആറ്റം, ദെൻ തേർഡ് കാർബൺ ആറ്റം, ഫോർത്ത് കാർബൺ ആറ്റം ആൻഡ് ഫിഫ്ത്ത് കാർബൺ ആറ്റം. ഇങ്ങനെ 5 കാർബൺ ആറ്റം ഉള്ള ഷുഗറാണ് DNA ആണെങ്കിലും RNA ആണെങ്കിലും കാണപ്പെടുന്നത്. അതുകൊണ്ട് പെൻറ്റോസ് ഷുഗർ ആണ്. RNA ആണെങ്കിൽ ആ ഷുഗറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റൈബോസ് ഷുഗർ എന്നാണ്. എന്താണ് വിളിക്കുക? റൈബോസ് ഷുഗർ. DNA ആണെങ്കിൽ ഷുഗറിന്റെ പേരെന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ്. DNA-യിലെ ഷുഗറിന്റെ പേരെന്താണ്? ഡിയോക്സി റൈബോസ്. എന്താ DNA-യിലെ ഷുഗർ നമ്മൾ ഡിയോക്സി റൈബോസ് എന്ന് വിളിക്കുന്നത്? റൈബോസ് എന്ന് പറയുന്ന ഷുഗറിന്റെ രണ്ടാമത്തെ കാർബൺ ആറ്റം, ഇതാണ് രണ്ടാമത്തെ കാർബൺ ആറ്റം അല്ലെ, ഈ പൊസിഷൻ. ഇവിടെ ഒരു OH ഗ്രൂപ്പ് ആണ് റൈബോസ് ഷുഗറിൽ കാണപ്പെടുന്നത്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് കാണപ്പെടുന്നത്. ആ OH ഗ്രൂപ്പിലെ ഓക്സിജനെ റിമൂവ് ചെയ്തു. ഡിലിഷൻ ഓഫ് ഓക്സിജൻ ഫ്രം സെക്കൻഡ് കാർബൺ ആറ്റം ഓഫ് റൈബോസ് ഷുഗർ, ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡിയോക്സി റൈബോസ്. ക്ലിയർ ആയല്ലോ. ഷുഗർ എന്ന് പറയുന്ന റൈബോസ് ആണ്. ആ റൈബോസ് എന്ന് പറയുന്ന ഷുഗറിന്റെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ എന്താണ്? OH ഗ്രൂപ്പ് ആണ്. റൈബോസ് ഷുഗർ ആണെങ്കിൽ കാണപ്പെടുക. റൈബോസ് ഷുഗർ RNA-യിലാണ് കാണപ്പെടുക. DNA-യിൽ കാണപ്പെടുന്നത് ഡിയോക്സി റൈബോസ് ആണ്. എങ്ങനെയാണ് റൈബോസിൽ നിന്ന് ഡിയോക്സി റൈബോസ് ഉണ്ടാകുന്നത്? സെക്കൻഡ് കാർബൺ ആറ്റത്തിലുള്ള OH ഗ്രൂപ്പിലെ ഓക്സിജനെ, ഡിലിഷൻ ഓഫ് ഓക്സിജൻ റിസൾട്ട്സ് ഇൻ ഫോർമേഷൻ ഓഫ് ഡിയോക്സി റൈബോസ്. ക്ലിയർ ആയല്ലോ. സോ ദ ഷുഗർ പ്രസന്റ് ഇൻ DNA is pentose sugar with 5 carbon atom. Specifically, the sugar is deoxyribose. It's obtained by the removal of an oxygen atom from the hydroxyl group linked with the second carbon atom of sugar molecule. Okay. That the second component in nucleotide, second ഘടകം എന്താണ്? നൈട്രജൻ ബേസസ് ആണ്. നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് നൈട്രജൻ ബേസസ്. നൈട്രജൻ ഉള്ള എന്താണ്? റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് നൈട്രജൻ ബേസസ്. നമുക്കറിയാം 2 തരത്തിൽപ്പെട്ട നൈട്രജൻ ബേസസ് ഉണ്ടല്ലേ, ലാസ്റ്റ് ഇയറിലും കേട്ടതല്ലേ?
പിറൈൻസും പിരമിഡിൻസുമാണ്. ആരൊക്കെയാണ്? പിറൈൻസ് ആൻഡ് പിരമിഡിൻസ്. പിറൈൻസിനകത്ത് എത്ര റിങ്സ് ഉണ്ടായിരിക്കും? 2 റിങ്സ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഇയറിൽ കേട്ടതാണ്, കണ്ടതാണ്. ഇതാണ് പിറൈൻസിന്റെ ഒരു ബേസിക് ഫോം. 2 തരത്തിൽപ്പെട്ട പിറൈൻസ് ആണ് കാണപ്പെടുക, അഡിനിനും ഗ്വാനിനും. സോ വിച്ച് ആർ ദ പിറൈൻസ്? അഡിനിൻ ആൻഡ് ഗ്വാനിൻ. They have 2 rings. Pyrimidins has only 1 ring. പിരമിഡിന് എത്ര റിങ്ങേ ഉള്ളൂ? ഒരേ ഒരു റിങ് മാത്രമേ ഉള്ളൂ. ആ റിങ് ഏതാണ്? ഈ സ്ട്രക്ചറാണ് വരിക അല്ലേ? അതിന് എക്സാമ്പിൾ DNA യിൽ കാണപ്പെടുന്ന പിരമിഡിൻസ് ആരൊക്കെയാണ്? സൈറ്റോസിനും തൈമിനുമാണ്. ആരൊക്കെയാണ്? സൈറ്റോസിനും തൈമിനും. സോ വൺസ് അഗൈൻ, nitrogen bases of nucleotides are of 2 different types. They may be either purines or pyrimidins. Purines, 2 examples, adenine and guanine. They have 2 rings. While pyrimidins have only 1 ring, their examples include cytosine and thymine. Then what about the case of RNA? ഓർമ്മയുണ്ടോ? RNA യിൽ ആരില്ല? തൈമിൻ ഇല്ല. തൈമിന് പകരം കാണപ്പെടുന്ന ആരാണ്? യുറാസിലാണ്. So uracil is present in RNA, only in RNA, instead of thymine of DNA. DNA യിൽ തൈമിൻ ഉണ്ട്, RNA യിൽ തൈമിൻ ഇല്ല. തൈമിന് പകരം എന്താണ്? യുറാസിലാണുള്ളത്. ഇനി ഈ യുറാസിലും തൈമിനും തമ്മിൽ ഒരു കെമിക്കൽ റിലേഷൻ ഉണ്ട്. 5-methyl യുറാസിലാണ് തൈമിൻ. യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസിന്റെ 5ാമത്തെ കാർബൺ ആറ്റവുമായി ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുമ്പോൾ, ബോണ്ട് CH3 ഗ്രൂപ്പിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആരെന്ന് പറയുന്നത്? തൈമിൻ. യുറാസിലിന്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആരെന്ന് പറയുന്നത്? തൈമിൻ എന്ന് പറയുന്നത്. വ്യക്തമായല്ലോ? സോ വൺസ് അഗൈൻ, നൈട്രജൻ ബേസസ് ആർ നൈട്രജൻ കണ്ടെയ്നിങ് heterocyclic compounds. There are 2 different types of nitrogen bases. Purines, they are composed of 2 rings. Examples of purines include adenine and guanine. And second one, pyrimidins. They have only 1 ring. Examples include cytosine and thymine in DNA. But in RNA, instead of thymine, uracil is present. Then what's the chemical relation between uracil and thymine? യുറാസിലിനോടൊപ്പം അതിന്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിനോടൊപ്പം മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്താൽ ആരായി? തൈമിനായി. ഇപ്പം DNA യിലുള്ള തൈമിനും RNA യിലുള്ള യുറാസിലുമാണ്. DNA യിൽ തൈമിൻ ഉള്ളത് കൊണ്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പും കൂടെ ഉണ്ട്. അത് DNA യുടെ സ്റ്റെബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നൈട്രജൻ ബേസ് ഷുഗർ മോളിക്യൂളിന്റെ ഏത് കാർബൺ ആറ്റവുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്? ഫസ്റ്റ് കാർബൺ ആറ്റവുമായിട്ടാണ്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റവുമായിട്ടാണ് നൈട്രജൻ ബേസ് ലിങ്ക് ചെയ്യുന്നത്. ആ ബോണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് വിളിക്കാം. എന്താണ് വിളിക്കാവുന്നത്? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ നമ്മൾ ആ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് നോക്കുകയാണെങ്കിൽ നോക്കുക, ഇത് ഷുഗർ ആണ്. ഷുഗറിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റം കണ്ടല്ലോ അല്ലെ? ഹിയർ ഇറ്റ് ഈസ് ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം, ഫോർത്ത് കാർബൺ ആറ്റം ആൻഡ് ഫിഫ്ത്ത് കാർബൺ ആറ്റം അല്ലെ? 4 കാർബൺ ആറ്റംസ് റിങ്ങിനകത്തും 5th കാർബൺ ആറ്റം റിങ്ങിന് വെളിയിലുമായിട്ടാണ് ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ആ ഫസ്റ്റ് കാർബൺ ആറ്റവുമായിട്ടാണ് നൈട്രജൻ ബേസ് ലിങ്ക് ചെയ്യുന്നത്. അതാണ് നൈട്രജൻ ബേസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഐദർ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഓർ തൈമിൻ ഇൻ കേസ് ഓഫ് DNA. ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിന് നമ്മളൊരു പേര് കൊടുക്കുന്നു, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് കൊടുക്കുന്നത്. എന്താണ് കൊടുക്കുന്നത്? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഷുഗറും നൈട്രജൻ ബേസും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയോസൈഡ് എന്നാണ്. എന്താണ് വിളിക്കുക? ന്യൂക്ലിയോസൈഡ്. ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് വിളിച്ചു? ന്യൂക്ലിയോസൈഡ് ആയി. ന്യൂക്ലിയോടൈഡ് ആയില്ല, ന്യൂക്ലിയോസൈഡ് ആണ് ആയത്. SID ആണ് ആയിരിക്കുന്നത്. വ്യക്തമായല്ലോ? ഇനി 3ാമത്തെ ഘടകം എന്ന് പറയുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. നമുക്കറിയാം ഷുഗറും നൈട്രജൻ ബേസും 3ാമത് വരുന്ന ഏതാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് 2 സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു എത്രാമത്തെ കാർബൺ ആറ്റമാണ്? 5th കാർബൺ ആറ്റമാണ് റിങ്ങിന് വെളിയിലുള്ള 5th കാർബൺ ആറ്റവുമായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ 3rd കാർബൺ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇവിടെയും ലിങ്കേജ് വരാവുന്നതാണ്. ഐദർ വിത്ത് 5th കാർബൺ ആറ്റം ഓർ വിത്ത് 3rd കാർബൺ ആറ്റം. ഒരു ന്യൂക്ലിയോടൈഡ് പരിഗണിക്കുമ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഷുഗർ മോളിക്യൂൾ, ദിസ് ഈസ് എ ഷുഗർ മോളിക്യൂൾ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എ നൈട്രജൻ ബേസ് that is linked with the first carbon atom of sugar molecule by N glycosidic bond. Then a phosphate group is linked with the 5th carbon atom and that bond is called phosphoester bond. What do you call? Phosphoester bond. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 5th കാർബൺ ആറ്റവുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ബോണ്ടേജിന് ലിങ്ക് ചെയ്ത് നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. ഇപ്പോൾ ഇവിടെ ആരൊക്കെയായി? there is a sugar molecule, then second one nitrogen base and third one phosphate group. So sugar plus nitrogen base plus phosphate group,
ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോടൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഷുഗർ നൈട്രജൻ ബേസ് മാത്രമായപ്പോൾ ന്യൂക്ലിയോസൈഡ് ആയി. ആ ന്യൂക്ലിയോസൈഡിനോടൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആയപ്പോൾ ന്യൂക്ലിയോസൈഡ് ആയി. അതിനോടൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള ന്യൂക്ലിയോടൈഡ്സ് ആണ് ന്യൂക്ലിക് ആസിഡ്സിന്റെ ബേസിക് യൂണിറ്റ്. RNA ആണെങ്കിൽ നമുക്ക് അവരെ റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിക്കാം. DNA ആണെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? ഇത്തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ്സ് ധാരാളമായി പരസ്പരം കണക്ട് ചെയ്ത് ലോങ് ചെയിൻ ആയി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കിട്ടുന്നത്. അപ്പം പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ ധാരാളം ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ആ ന്യൂക്ലിയോടൈഡ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? 3' 5' ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയോടൈഡ്സിനെ ബീഡ്സ് ആയി പരിഗണിച്ചാൽ ആ ബീഡ്സ് കോർത്തിണക്കി ഉണ്ടാകുന്ന മാലയാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അവിടെ ആ കോർത്തിണക്കുന്ന ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ 3' 5' ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. ഏതാണ്? 3' 5' ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. ഇനി ആ ബോണ്ട് ഫോർമേഷൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നാമത്തെ ഷുഗർ മോളിക്യൂൾ കൊടുത്തിട്ടുണ്ട്. ഷുഗർ മോളിക്യൂളിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ രണ്ടാമത്തെ ഷുഗർ മോളിക്യൂൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഗ്വാനിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? ഈ പറയുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഈ രണ്ട് ന്യൂക്ലിയോടൈഡ്സിനെ അല്ലെങ്കിൽ രണ്ട് ഷുഗർ മോളിക്യൂളിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ആരാണ്? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിന് മുന്നിലുള്ള ഷുഗർ മോളിക്യൂളിന്റെ മൂന്നാമത്തെ കാർബൺ ആറ്റവുമായും അതിനുശേഷം വരുന്ന ഷുഗർ മോളിക്യൂളിന്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റവുമായും എന്തുണ്ടാക്കിയിരിക്കുന്നു? എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതും എസ്റ്റർ ബോണ്ടാണ്, ഇതും എസ്റ്റർ ബോണ്ടാണ് അല്ലേ? അപ്പോൾ എത്ര എസ്റ്റർ ബോണ്ട് ഉണ്ട്? 2 എസ്റ്റർ ബോണ്ട്സ് ഉണ്ട്. ആരൊക്കെ ആയിട്ടാണ്? തേർഡ് കാർബൺ ആറ്റം ആൻഡ് ഫിഫ്ത്ത് കാർബൺ ആറ്റം. സോ ദാറ്റ് ബോണ്ട് ഈസ് കോൾഡ് 3' 5' phosphodiester bond. So in a polynucleotide chain, the nucleotides are interconnected by which bond? എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 3' 5' phosphodiester bond. എന്താ പേര് വരാൻ കാരണം? ഇവിടെ എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കുന്ന ആരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. ആരുമായിട്ടാണ്? ഷുഗർ മോളിക്യൂളുമാണ്. ഷുഗർ മോളിക്യൂളിന്റെ ഏതൊക്കെ കാർബൺ ആറ്റവുമായിട്ടാണ്? തേർഡ് ഓർ ഫിഫ്ത്ത് കാർബൺ ആറ്റവുമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? 3' 5' ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊക്കെ ബോണ്ട്സ് നമ്മൾ പഠിച്ച്? ഷുഗർ മോളിക്യൂളിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റവുമായി നൈട്രജൻ ബേസ് ലിങ്ക് ചെയ്യുന്നതായി പറഞ്ഞു. ഈ ബോണ്ടിന്റെ പേരെന്താണ്? എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട്. ദെൻ ഷുഗർ മോളിക്യൂളിന്റെ ഫിഫ്ത്ത് അല്ലെങ്കിൽ തേർഡ് കാർബൺ ആറ്റമായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. അടുത്തടുത്ത ന്യൂക്ലിയോടൈഡ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? 3' 5' ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. വ്യക്തമായല്ലോ? ഇനി നമ്മൾ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എടുക്കുകയാണെങ്കിൽ ആ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ഒരെൻഡിൽ ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം. ആ ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണപ്പെടുന്നത് 5' എൻഡിലായിരിക്കും. അല്ലെങ്കിൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള, നമ്മളൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും തുടക്കത്തിലുള്ള ഷുഗർ മോളിക്യൂളിന്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റവുമായി ചേർന്നൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതിന് മുകളിൽ വേറെ ന്യൂക്ലിയോടൈഡ് ഇല്ല. ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ് ആണ്, തുടക്കത്തിലാണ്. അപ്പോൾ അവിടെ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ള ആ എൻഡിനെ നമുക്ക് എന്ത് വിളിക്കാം? 5' എൻഡ് എന്ന് വിളിക്കാം. തുടക്കം. ക്ലിയർ ആയല്ലോ? ആ ചെയിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് എടുക്കുകയാണെങ്കിൽ, ഏറ്റവും താഴത്തെ എൻഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഷുഗർ മോളിക്യൂളിന്റെ തേർഡ് കാർബൺ ആറ്റത്തിൽ ഒരു OH ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് കാണാം. അത് ആരുമായി ചേർന്നിട്ടില്ല? ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായി ചേർന്നിട്ടില്ല. ആ എൻഡിനെ നമുക്ക് എന്ത് വിളിക്കാം? 3' എൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് എൻഡ്സ് ഉള്ളത്? 5' എൻഡും ഉണ്ടായിരിക്കും, 3' എൻഡും ഉണ്ടായിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ? ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ് ആണെന്നിരിക്കട്ടെ. ഈ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ ഇവിടെ എന്താണ്? ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ടില്ല. ഇതിന് മുകളിൽ വേറെ ഷുഗർ ഉണ്ടോ? ഇല്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? 5' എൻഡ് എന്ന് വിളിക്കാം. ഇതൊരു ലോങ് ചെയിൻ ആണെന്നിരിക്കട്ടെ. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഷുഗർ ആണ് തന്നിരിക്കട്ടെ. ഇവിടെ OH ഗ്രൂപ്പ് അണ്ടർസ്റ്റുഡ് ആണ്, നമുക്കറിയാം. ഇവിടെ തേർഡ് കാർബൺ ആറ്റത്തിൽ എന്തുണ്ടായിരിക്കും? OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ OH ഗ്രൂപ്പ് ഉള്ളത് ഏത് കാർബൺ ആറ്റത്തിലാണ്? തേർഡ് കാർബൺ ആറ്റത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? 3' എൻഡ് എന്ന് വിളിക്കാം. സോ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ ഫ്രീ ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് ദ 5' എൻഡ് ആൻഡ് എൻഡിങ് പൊസിഷൻ ദിസ് ഷുഗർ ഹാസ് a free OH group at the third position. So it's a 3' end. Okay. നമ്മൾ DNA-യുടെ ഏറ്റവും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു മോഡൽ ഏതാണ്? ഡബിൾ ഹെലിക്കൽ മോഡൽ. ആരൊക്കെയാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പൈറൽ ലാഡർ ഷേപ്പ് അല്ലെങ്കിൽ എന്താണ്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ആരൊക്കെയാണ്?
ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. അവരുടെ ആ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ എന്താ പറയുന്നത്, DNA is composed of how many polynucleotide chains? 2 polynucleotide chains. And these 2 polynucleotide chains are spirally twisted around each other. അല്ലേ? ഈ 2 polynucleotide chainസും പരസ്പരം എന്താണ്, സ്പൈറലി ട്വിസ്റ്റഡ് ആണ്. ഹെൽഡ് ഇൻ ആ സ്പൈറലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചുറ്റല് മൂലം അതിന്റെ ഷേപ്പ് എന്തായിട്ട് മാറിയിരിക്കുന്നു, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിട്ട് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്പൈറൽ ലാഡർ ഷേപ്പ്. അതുമല്ലെങ്കിൽ നമുക്ക് എന്താണ്, ചുറ്റുകോണി എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി ആ സ്പൈറൽ ലാഡർ ഷേപ്പ് എങ്ങനെയാണ് നിലനിർത്തുന്നത്? 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ആണല്ലേ. ആ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസിന്റെ സ്പൈറൽ ലാഡർ ഷേപ്പ് എങ്ങനെയാണ് നിലനിർത്തുന്നത്? പഠിച്ചതായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. എങ്ങനെയാണ് നിലനിർത്തുക? ഹൈഡ്രജൻ ബോണ്ട്സ് ബിറ്റ്വീൻ നൈട്രജൻ ബേസസ്. 2 ചെയിനിലെയും നൈട്രജൻ ബേസസിനിടയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ് പറഞ്ഞത്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്ത ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെയാണ്. അവരുടെ മാതൃക അനുസരിച്ച് DNA ഷേപ്പ് സ്പൈറൽ ലാഡർ ഷേപ്പാണ്. ആ DNA 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസും പരസ്പരം ചുറ്റിപ്പണഞ്ഞാണ് കാണപ്പെടുക. അങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കാണപ്പെടുന്ന ആ ആകൃതി ഷേപ്പ് നിലനിർത്തുന്നത് ഈ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനിലെ നൈട്രജൻ ബേസസിനിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് വഴിയാണ്. ഇനി ഏതെങ്കിലും 2 നൈട്രജൻ ബേസസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷാർഗാഫ് റൂൾ അനുസരിച്ചാണ് അല്ലേ. ഇപ്പൊ എർവിൻ ഷാർഗാഫ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഒരു റൂൾ പ്രപ്പോസ് ചെയ്തു. എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ ബിറ്റ്വീൻ നൈട്രജൻ ബേസസ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഓഫ് DNA. DNAയിലെ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസിനിടയിലെ നൈട്രജൻ ബേസസിനിടയിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഷാർഗാഫ് റൂൾ വന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു പിറൈൻ എല്ലായ്പ്പോഴും ഒരു പിരമിഡിനുമായി മാത്രമേ പെയർ ചെയ്യുകയുള്ളൂ. പിറൈൻ എല്ലായ്പ്പോഴും ആരുമായിട്ടാണ്? പിരമിഡിനുമായി മാത്രമേ പെയർ ചെയ്യുകയുള്ളൂ. കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അഡിനിൻ എല്ലായ്പ്പോഴും തൈമിനുമായി 2 ഹൈഡ്രജൻ ബോണ്ട് വഴിയും സൈറ്റോസിൻ എല്ലായ്പ്പോഴും ഗ്വാനിനുമായി 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയുമാണ് ലിങ്ക് ചെയ്യുക. അപ്പൊ ഷാർഗാഫ് ബേസ് പെയർ റൂൾ പറയുന്നത് എന്താണ്? പിറൈൻസ് എപ്പോഴും പിരമിഡിനുമായിട്ടേ പെയർ ചെയ്യുള്ളൂ. അതിൽ തന്നെ സ്പെസിഫിസിറ്റി ഉണ്ട്. അഡിനിൻ എല്ലായ്പ്പോഴും തൈമിനുമായി 2 ഹൈഡ്രജൻ ബോണ്ട് വഴിയും സൈറ്റോസിൻ എല്ലായ്പ്പോഴും ഗ്വാനിനുമായി 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അതുകൊണ്ട് ഒരു ഡബിൾ ഹെലിക്കൽ DNAയിൽ അഡിനിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും തൈമിന്റെ എണ്ണം. അതോടൊപ്പം സൈറ്റോസിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും ഗ്വാനിന്റെ എണ്ണം. അതായത് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ 1ാമത്തെ പൊസിഷനിൽ അഡിനിൻ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ അതേ പൊസിഷനിൽ വരുന്ന എപ്പോഴും എന്തായിരിക്കും? തൈമിനായിരിക്കും. അപ്പം ഡബിൾ ഹെലിക്കൽ DNA ആണെങ്കിൽ അഡിനിൻ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? തൈമിൻ ഉണ്ടാവും. സിമിലർലി ഗ്വാനിൻ ആണെങ്കിൽ എന്തായിരിക്കും? സൈറ്റോസിൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഷാർഗാഫ് ബേസ് പെയർ റൂളിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? A+C ഡിവൈഡഡ് ബൈ T+G is equal to A+G divided by T+C is equal to 1. ഇത് ലാസ്റ്റ് ഇയർ നമ്മൾ കേട്ടതാണ്. ഓർക്കുക, അതിൻ്റെയൊക്കെ എണ്ണമാണ് തുല്യം. അഡിനിന്റെ എണ്ണത്തിന് തുല്യം തൈമിനും സൈറ്റോസിന്റെ എണ്ണത്തിന് തുല്യം ഗ്വാനിനുമാണ്. പക്ഷെ നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ A+T divided by C+G ഒരിക്കലും വരുമോ? നിങ്ങൾ ഉദാഹരണം ഒന്ന് ആലോചിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ഡബിൾ ഹെലിക്കൽ DNAയിൽ 30 അഡിനിൻ ഉണ്ടെന്നിരിക്കട്ടെ. 30 അഡിനിൻ ഉണ്ടെങ്കിൽ തൈമിന്റെ എണ്ണം എത്രയായിരിക്കും? 30 ആയിരിക്കും. സംശയമില്ലല്ലോ. അപ്പൊ അഡിനിന്റെ എണ്ണം 30 ആണെങ്കിൽ തൈമിന്റെ എണ്ണം എത്ര തന്നെയാണ്? 30 ആയിരിക്കും. 30 60. ആകെ 100 ബേസ് പെയർസ് ആണ് ഉള്ളതെങ്കിൽ അവശേഷിക്കുന്ന എത്രയാണ്? 40 ആണ്. അഡിൻ ഞാൻ പറഞ്ഞു 30% അഡിനിനാണ്. അപ്പൊ എന്തായിരിക്കും? തൈമിന്റെ പെർസെൻറ്റേജ് എന്ത് തന്നെയാണ്? 30 ആണ്. 30 എത്രയായിരിക്കും? 60 ആയിരിക്കും. റിമൈനിങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40% ആണ്. അത് ആർക്കൊക്കെ ഈക്വലി അവകാശപ്പെട്ടതാണ്? സൈറ്റോസിനും ഗ്വാനിനും. അപ്പൊ എന്തായിരിക്കും? 20 ഈച്ച് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ആ ഒരു കൗണ്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അഡിനിൻ നമ്മൾ പറഞ്ഞു 30%, സൈറ്റോസിന് എത്രയാണ്? 20%. 30 + 20 ഡിവൈഡഡ് ബൈ തൈമിന് എത്രയാണ്? 30. ഗ്വാനിന് എത്രയാണ്? 20. 30 + 20. ഇപ്പൊ എന്തായി? 50 ഡിവൈഡ് ബൈ 50 1 അല്ലേ? ഞാൻ അതല്ലെങ്കിൽ എന്താണ്? A+G ആയിരുന്നു വരാറില്ല. അഡിനിൻ 30 ആണ്, ഗ്വാനിന് എത്രയായിരുന്നു? 20 ആണ്. തൈമിൻ 30 ആണ്, സൈറ്റോസിന് എത്രയാണ്? 20 ആണ്. അപ്പൊ എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? A+D divided by T+G is equal to A+D divided by T+C is equal to 1. ക്ലിയർ ആയല്ലോ? ഇനി DNAയുടെ 2 പ്രോപ്പർട്ടീസ് ആണ്. ആന്റി പാരലൽ നേച്ചർ ഓഫ് DNA. നമുക്കറിയാം DNAയിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ട്. അതിൽ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ 3' 5' ഓറിയന്റേഷൻ ഉള്ളതാണെങ്കിൽ രണ്ടാമത്തെ ചെയിൻ ഏതാണ്? 5' 3' ഓറിയന്റേഷൻ ഉള്ളതാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഓറിയന്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ആന്റി പാരലൽ നേച്ചർ എന്ന് വിളിക്കുക.
ഇനി അടുത്ത എന്താണ്? ഡി എൻ എയുടെ കോംപ്ലിമെന്റാരിറ്റി ആണ്. ഏത് റൂളിനനുസരിച്ചാണ് ഡി എൻ എയുടെ കോംപ്ലിമെന്റാരിറ്റി വരുന്നത്? ബേസ് പെയർ റൂളാണ്. അപ്പൊ ഇവിടെ ഒരു ചെയിൻ നമുക്ക് തന്നിരിക്കുന്നു 3' ATCG TAGC 3'. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇവിടെ 5' ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ഇവിടെ എന്തായിരിക്കും? 3' ആയിരിക്കും. അഡിനിനാണ് ഓപ്പോസിറ്റ് ആയിട്ട് നിർബന്ധമായിട്ട് വരെ വരുള്ളൂ. അഡിനിൻ ബേസ് വിത്ത് ഓൺലി തൈമിൻ. ദെൻ ഇവിടെ തൈമിനാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? അഡിനിൻ. ഹിയർ ഇറ്റ് ഈസ് സൈറ്റോസിൻ. സൈറ്റോസിൻ ബേസ് വിത്ത് ഗ്വാനിൻ. Clear? Here it is guanine. So it pairs with the cytosine. Adenine pairs with the thymine pairs with the adenine. Adenine pairs with the thymine. Again cytosine. Again guanine. Then what about this end? This end is 5' end. Then under property ഇവിടെ ആയി. This is 5', 3' strand, and here it is 3', 5' strand. അങ്ങനെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്ന ആന്റി പാരലൽ നേച്ചർ ആണ്. അഡിനിൻ ആണെങ്കിൽ എപ്പോഴും തൈമിനുമായിട്ട് പെയർ ചെയ്യുന്നു. സൈറ്റോസിൻ ആണെങ്കിൽ എപ്പോഴും ഗാനുമായിട്ട് പെയർ ചെയ്യുന്നു. അത് കോംപ്ലിമെന്റാരിറ്റി ആണ്. എന്താണ്? കോംപ്ലിമെന്റാരിറ്റി ആണ്. വ്യക്തമായല്ലോ? അപ്പം കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ബേസ് പെയർ റൂളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇത് ഡി എൻ എയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ, അടിസ്ഥാന സ്വഭാവങ്ങളിൽ വരുന്നതാണ്. വ്യക്തമായില്ലേ? സോ വൺസ് അഗൈൻ DNA is a long polymer of deoxyribonucleotides. Each deoxyribonucleotide is composed of 3 components. One is sugar. Sugar is deoxyribose. It's a pentose sugar. So obtained from ribose by the removal of an oxygen atom from the hydroxyl group linked with the second carbon atom of sugar molecule. Then second component is nitrogen base. Nitrogen bases are nitrogen containing heterocyclic compounds. There are 2 different types of nitrogen bases. It may be either purines with 2 rings or pyrimidines with only 1 ring. There are 2 types of purines, adenine and guanine, and 2 types of pyrimidines, cytosine and thymine in case of DNA. In case of RNA, thymine is absent. Instead, uracil is present. Uracilന്റെ 5th carbon atomത്തിനോടൊപ്പം methyl group വന്നാൽ എന്തായി? thymine ആയി. And this nitrogen base is linked with the first carbon atom of sugar molecule by a bond called N-glycosidic bond. When sugar molecule is linked with the nitrogen base, you will get nucleoside. The third component is phosphate group. It may be linked with third carbon atom of sugar molecule or 5th carbon atom through a bond called the phosphoester bond. So here it's sugar, then comes nitrogen base and phosphate group. All these 3 together constitute the nucleotides. A number of such nucleotides are interlinked by 3', 5' phosphodiester bond to form polynucleotide chain. 3', 5' phosphodiester bond means a sugar molecule. Here the sugar molecule, the third carbon atom is linked with the phosphate group, and this phosphate group is linked with the 5th carbon atom of the succeeding sugar molecule. So this phosphate group forms 2 ester bonds. One with third carbon atom of the preceding sugar molecule and another with the 5th carbon atom of the succeeding sugar molecule. So that bond is 3', 5' phosphodiester bond. Then the double helical structure of DNA or spiral ladder shape of DNA was explained by James Watson and Francis Crick. According to their model, DNA consists of 2 polynucleotide chains and they are spirally twisted around each other. The spiral ladder shape or double helical nature of DNA is maintained by hydrogen bonds between the nitrogen bases of the 2 polynucleotide chain. And there is a specificity in base pairing, and that specificity was explained by Erwin Chargaff. According to his rule, only one purine pairs with only one pyrimidine. Specifically, adenine pairs with the thymine through how many hydrogen bonds? 2. And cytosine pairs with guanine through 3 hydrogen bonds. So the number of adenine in a double helical DNA is equal to that of thymine, and similarly the number is equal in case of cytosine and guanine. The expression of Chargaff base pair rule can be represented as follows: that A plus C divided by T plus G is equal to A plus G divided by T plus C is equal to 1. Then 2 important properties of DNA molecule. The 2 polynucleotide chains of DNA have anti-parallel nature. That means one is in 3', 5' orientation, while it is in 5', 3' orientation. The next one is complementarity. Complementarity is based on Chargaff base pair rule. Adenine pairs with the thymine and cytosine pairs with the guanine. Okay? Is it okay? Clear?